നെർവസ് സിസ്റ്റം അഥവാ നാഡീവ്യവസ്ഥയെക്കുറിച്ചുള്ള ഈ വീഡിയോ ക്ലാസ്സിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ചിത്രം നിരീക്ഷിക്കൂ. മാവിൻ ചുവട്ടിലിരുന്ന് ഒരു കുട്ടി മാമ്പഴം രുചിക്കുന്നു. കുട്ടിക്ക് എന്ത് രുചിയാണ് അനുഭവപ്പെട്ടത്? മധുരമല്ലേ? മറ്റൊരു കുട്ടി തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുന്നു. കുട്ടിക്ക് തണുപ്പ് അനുഭവപ്പെട്ടു. കുട്ടികൾ ശബ്ദമുണ്ടാക്കുമ്പോൾ പക്ഷികൾ പറന്നകലുന്നു. ഒബ്സർവ് ദ പിക്ചർ. Children and other organisms have variety of experiences. What are they? A child is tasting a mango. Birds are flying. A child feels cold when she washing her face. A snail withdrawing its body into the shell when it is touched. എന്താണ് പ്രതികരണം? ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ജീവികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് പ്രതികരണങ്ങൾ അഥവാ റെസ്പോൺസസ്. Response is a reaction as that an organism to a specific stimulus. എന്താണ് ഉദ്ദീപനം? ജീവികളിൽ പ്രതികരണങ്ങൾക്ക് കാരണമായ പ്രേരണകളാണ് ഉദ്ദീപനങ്ങൾ. What is stimulus? Senses that evoke responses in organisms are called stimulus. ഉദ്ദീപനങ്ങൾ രണ്ടു തരം: ബാഹ്യ ഉദ്ദീപനവും ആന്തര ഉദ്ദീപനവും. ബാഹ്യ ഉദ്ദീപനം ശരീരത്തിന് വെളിയിൽ നിന്നുണ്ടാകുന്നു. ഉദാഹരണം ചൂട്, തണുപ്പ്, സ്പർശം ഇവ. ശരീരത്തിനുള്ളിലുണ്ടാകുന്ന ഉദ്ദീപനങ്ങളാണ് ആന്തര ഉദ്ദീപനങ്ങൾ. വിശപ്പ്, ദാഹം എന്നിവ ആന്തര ഉദ്ദീപനങ്ങളാണ്. രോഗാണുസംക്രമണം ഉണ്ടാകുമ്പോൾ നമുക്ക് പനി അനുഭവപ്പെടുന്നു. ഇതും ആന്തര ഉദ്ദീപനമാണ്. Stimuli are of two types: external stimuli and internal stimuli. External stimuli are formed outside the body. Example: heat, cold, touch, etc. Stimuli which are formed inside the body are called internal stimuli. Example: hunger, thirst, and microbial infection. സ്റ്റിമുലസ് അഥവാ ഉദ്ദീപനങ്ങൾ സ്വീകരിക്കുന്നതെങ്ങനെ? ഗ്രാഹികൾ ഓർ റിസപ്റ്റേഴ്സ് ആണ് ഉദ്ദീപനങ്ങളെ സ്വീകരിക്കുന്നത്. എന്താണ് ഗ്രാഹി? അതിൻ്റെ ധർമ്മം എന്താണ്? വാട്ട് ഈസ് റിസപ്റ്റർ? വാട്ട് ഈസ് ഇറ്റ്സ് ഫങ്ഷൻ? റിസപ്റ്റേഴ്സ് ആർ സ്പെഷ്യലൈസ്ഡ് സെൽസ് ദാറ്റ് റിസീവ് സ്റ്റിമുലൈ. ഉദ്ദീപനങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന സവിശേഷതരം കോശങ്ങളാണ് ഗ്രാഹികൾ അഥവാ റിസപ്റ്റേഴ്സ്. നാക്കിലെ സ്വാദുഗ്രാഹി, കണ്ണിലെ പ്രകാശഗ്രാഹി ഇവ ഗ്രാഹികളാണ്. ജ്ഞാനേന്ദ്രിയങ്ങളിലും മറ്റ് ശരീര അവയവങ്ങളിലും ഗ്രാഹികൾ കാണപ്പെടുന്നു. ഗ്രാഹികളിൽ നിന്ന് അവയവങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? നെർവസ് സിസ്റ്റം അഥവാ നാഡീവ്യവസ്ഥയിലേക്ക്. നെർവസ് സിസ്റ്റം കൺട്രോൾസ് ആൻഡ് കോർഡിനേറ്റ്സ് ലൈഫ് ആക്ടിവിറ്റീസ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ബ്രെയിൻ, സ്പൈനൽ കോഡ് ആൻഡ് നെർവ്സ്.
റിസപ്റ്റേഴ്സിലൂടെ വരുന്ന സ്റ്റിമുലസ് എങ്ങനെയാണ് ബ്രെയിനിലേക്ക് സ്പൈനൽ കോഡിലേക്കും എത്തുന്നത്? നാഡികൾ അഥവാ നെർവ്സ് സ്റ്റിമുലസിനെ ബ്രെയിനിലേക്ക് സ്പൈനൽ കോഡിലേക്കും എത്തിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്താണ് ഒരു നാഡി? വാട്ട് ഈസ് എ നെർവ്? A nerve is a group of axons which are covered by connective tissue. ഒരു കൂട്ടം ആക്സോണുകൾ യോജക കലയാൽ ആവരണം ചെയ്താണ് ഒരു നാഡി ഉണ്ടാകുന്നത്. Nerves and their functions. Nerves are classified into 3 types: sensory nerve, motor nerve and mixed nerve. Sensory nerve is made up of sensory nerve fibers. Sensory nerve carries impulses from various parts of the body to the brain and spinal cord. Motor nerve is made up of motor nerve fibers. It carries impulses from brain and spinal cord to various parts of the body. Mixed nerve formed of sensory nerve fibers and motor nerve fibers. Mixed nerve carries impulses to and from the brain and spinal cord. നാഡികളും അവയുടെ ധർമ്മങ്ങളും. നാഡികൾ സംവേദനാഡി, പ്രേരകനാഡി, സമ്മിശ്രനാഡി എന്നിങ്ങനെ 3 തരമുണ്ട്. സംവേദനാഡി തന്തുക്കൾ ചേർന്നുണ്ടാകുന്നു. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങൾ മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും എത്തിക്കുന്നു. പ്രേരകനാഡി തന്തുക്കൾ ചേർന്നുണ്ടാകുന്നു. തലച്ചോറ്, സുഷുമ്ന എന്നിവയിൽ നിന്നുള്ള സന്ദേശങ്ങൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നു. സമ്മിശ്രനാഡി. സംവേദനാഡി തന്തുക്കളും പ്രേരകനാഡി തന്തുക്കളും ചേർന്നുണ്ടാകുന്നതാണ് സമ്മിശ്രനാഡി. തലച്ചോറ്, സുഷുമ്ന എന്നിവയിലേക്കും തിരിച്ചുമുള്ള സന്ദേശങ്ങളുടെ വിനിമയം സാധ്യമാക്കുന്നു. നാഡികൾ സന്ദേശങ്ങളെ എങ്ങോട്ടാണ് വഹിക്കുന്നത്? സ്പൈനൽ കോഡിലേക്കോ ബ്രെയിനിലേക്കോ നാഡികൾ സന്ദേശങ്ങളെ വഹിക്കുന്നു. Nervous system consists of 2 parts: central nervous system and peripheral nervous system. Central nervous system consists of brain and spinal cord. നാഡീവ്യവസ്ഥയെ കേന്ദ്ര നാഡീവ്യവസ്ഥയെന്നും പെരിഫറൽ നാഡീവ്യവസ്ഥയെന്നും 2ആയി തിരിക്കാം. കേന്ദ്ര നാഡീവ്യവസ്ഥയുടെ പ്രധാന ഭാഗങ്ങളാണ് മസ്തിഷ്കവും സുഷുമ്നയും. Peripheral nervous system consists of cranial nerves and spinal nerves. Cranial nerves originating from brain. They are 12 pair. Spinal nerves originating from spinal cord. They are 31 pair or 62 numbers. പെരിഫറൽ നാഡീവ്യവസ്ഥ ശിരോനാഡികളും സുഷുമ്നാ നാഡികളും ചേർന്നതാണ്. തലച്ചോറിൽ നിന്ന് ഉത്ഭവിക്കുന്ന നാഡികളാണ് ശിരോനാഡികൾ. അവ 12 ജോഡി. സുഷുമ്നയിൽ നിന്നുള്ള നാഡികളാണ് സുഷുമ്നാ നാഡികൾ. അവ 31 ജോഡി. തന്നിരിക്കുന്ന ഫ്ലോ ചാർട്ട് പൂർത്തീകരിക്കുക. നാഡീവ്യവസ്ഥയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ഈ വീഡിയോ ക്ലാസ് നിങ്ങളെ സഹായിച്ചുവല്ലോ.